ഹലോ ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖന്നല്ലേ? ഇന്ന് എൻ്റെ വലിയ മോന് ഗൾഫിലേക്ക് പോകുന്ന എൻ്റെ വീഡിയോ ആണ്. ഇന്ന് ഫുഡിൻ്റെ എന്തോ വീഡിയോ ഇടുന്നില്ല. പിന്നെ അവന് പോകുന്നത് ഒരു 8 മണിക്കാണ് ഫ്ലൈറ്റ്. അങ്ങനെ 6 മണിയാകുമ്പോൾ അവിടേക്ക് എത്തണോ. അങ്ങനെ ഒരു 3-3:30 മണിയാകുമ്പോൾ എന്നാൽ ഇടുന്ന് ഇറങ്ങി എന്നൊക്കെ ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിന് മംഗലത്ത്. അങ്ങനെല്ലാം പോയിട്ട് അതായത് അവൻ്റെ പാക്കിങ്ങും പോകുന്നതും എല്ലാം നോക്കിയാവോ. പിന്നെ അതായത് ഞങ്ങൾ പോകുന്നതാണ് മംഗലത്തെ എയർപോർട്ടിലായിരുന്നു അവൻ്റെ പ്ലെയിന്. അങ്ങനെ ഞാനും മരിയോളും പുള്ളിയും 2 പുള്ളിക്കളും എൻ്റെ മോനും. ചെറിയ മോന് പോയിട്ട് ഒരു 2 ആഴ്ചയെല്ലാം ആയി. വലിയ മോന് പിന്നെ നടുവിലത്തെ മോന് ബാക്കിയുണ്ട്. അവന് മറ്റന്നാ 30-ന് പോകുന്നത്. നടുവിലത്തെ മോന് അത് പെണ്ണായില്ലേ അവന് കുറച്ചൊന്ന് ലീവുണ്ട്. പിന്നെ നിങ്ങൾ മംഗലത്തെ എയർപോർട്ടെല്ലാം നോക്കിയോ. കാണാത്തവർക്ക് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. കാണാത്തവരെല്ലാം നോക്കിയാവോ. പിന്നെ അവന് സമയം വൈകുന്നേരം ഞങ്ങൾ പോകുമ്പോഴേക്ക് ഭയങ്കര ബ്ലോക്കായി. മംഗലത്തേക്ക് എത്താനാകുമ്പോൾ ഭയങ്കര ബ്ലോക്ക്. പിന്നെ എൻ്റെ മോന് ഫാസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെ എല്ലാക്കി ഞങ്ങൾ അടക്കി എത്തി എയർപോർട്ടിലേക്ക്. എത്തിയിട്ട് അടക്കിയിട്ട് അവന് കുറച്ച് നേരം ഒന്ന് നിന്നിട്ടാ പുറത്ത് അങ്ങനെ വേഗം പോയിന്. പിന്നെ അവന് പോകുന്നത് കുറച്ച് വീഡിയോ എടുത്തത് പോകുന്നതിൻ്റെ അവനപ്പം എന്നെ ഉള്ളിലേക്ക് പോയിന്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അവരെ ബോർഡിങ് പാസിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വരാൻ വേണ്ടിയിട്ട് പ്ലെയിന് 8 മണിക്കല്ലേ. പിന്നെ വേറെ ഞങ്ങൾ കസിനൊന്ന് പോകാനുണ്ടായിന്. ഓൻ്റെ തന്നെ പ്ലെയിനിലാണ് പോകുന്നത്. എൻ്റെ മാപ്പിളുടെ ഏട്ടൻ്റെ പുള്ളി ഓനും ഉണ്ടായിന് പോകാൻ. ഞങ്ങൾ രണ്ടാളും ഒരേ പ്ലെയിനിൽ പോകുന്ന. എൻ്റെ മോനും അതുപോലത്തെ മോനും ഇങ്ങനെ പോകുന്നിട്ട് തന്നെ പിന്നെ അവനെ കുറച്ച് നീട്ടിയേ. പിന്നെന്തപ്പാ അതങ്ങനെ പിന്നെ പോയെല്ലാം ആയി. പിന്നെ അത് പിള്ളേരെല്ലാം അവിടെ കുറച്ച് നേരം കളിച്ച്. എൻ്റെ പുള്ളി ചെറുത് ബാപ്പ പോയി എൻ്റെ ടെൻഷന് അതിൽ പാഞ്ഞിട്ട് കളിക്കുന്ന. പിന്നെ ഇതേതാന്ന് എൻ്റെ മച്ചുൻ്റെ പുള്ളി. ഓന് കുറച്ച് വൈദ്യനെത്തുമ്പോഴേക്ക് ബ്ലോക്ക് ഉണ്ടായിനല്ലേ. അങ്ങനെ ഓനൊരുത്തൊക്കെ തന്നെ ആയിനല്ല ഒരേ പ്ലെയിന്. പിന്നെ ഞങ്ങൾ തിരിച്ചിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ദർലക്കട്ട ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിന്. അങ്ങനെ ഞങ്ങൾ നേരത്തെ പോയിട്ട് വന്നിന് ഞാൻ. അങ്ങനെ പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഓന് പോകുമ്പോൾ നേരം പോകുന്നിടത്ത് ചായ ഒന്നും കുടിക്കാത്ത പോയിന്. 3:30 മണിയാവുമല്ലോ ഇവിടുന്ന് കഴിഞ്ഞിന് തന്നെ. അങ്ങനെ പിന്നെ അവിടുന്ന് ചെറിയൊരു തട്ടുകടയിൽ നിന്ന് ഞങ്ങൾ കാറിൽ തന്നെ ഇരുന്ന് എൻ്റെ മോന് പോയിട്ട് ചായയും പിന്നെ പഴംപൊരി ഇതെല്ലാം കൊടുന്നിട്ട് പിന്നെ പിള്ളേർക്ക് ജ്യൂസ് കഴിഞ്ഞിട്ട് കൊടുത്ത് ഒരു ചായ കൊടുത്തിട്ട്. പിന്നെ എൻ്റെ മച്ചിൻച്ചി എല്ലാവരും ഉണ്ടായി. മാപ്പിളുടെ പെങ്ങോ പിന്നെ മൂത്തവൻ്റെ പുള്ളി എല്ലാവരും ഉണ്ടായി. ഞങ്ങൾ പിന്നെ കാറിൽ തന്നെ ഇരുന്നിട്ട് ചായയും പഴംപൊരിയും പിന്നെ നൂഡിൽസ് ഇതെല്ലാം മേങ്ങിയിട്ട് ഞങ്ങൾ തിന്നിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന്